ഞാനിപ്പോൾ ആ ഒരു മെസ്സേജിൽ പറഞ്ഞ കാര്യം നമുക്ക് ചാർട്ടിൽ എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത് നിഫ്റ്റിയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ, നിഫ്റ്റിയാണ് കാണുന്നത്. മന്ത്ലി ടൈം ഫ്രെയിമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ 2025 ആണ്, ഇത് 2024 ആണ്. ഇങ്ങനെ ചാർട്ട് നമുക്ക് കാണാം. നമുക്ക് ഓരോ വർഷമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ സ്വിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അതായത് ഇത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ഡോട്ട് ലൈൻ കാണുന്നുണ്ടോ, ഡോട്ട് ലൈൻ. ഈ ഡോട്ട് ലൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 2024 മാർക്കറ്റ് അവസാനിച്ചതിനെയാണ് ഡോട്ടഡ് ലൈനായിട്ട് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് എല്ലാം തന്നെ കഴിഞ്ഞ വർഷം മാർക്കറ്റ് അവസാനിച്ച ലെവലാണ്. ഇനി ബ്ലൂ ലൈൻ കണ്ടോ, ബ്ലൂ ലൈൻസ് എല്ലാം തന്നെ കഴിഞ്ഞ വർഷം മാർക്കറ്റ് തുടങ്ങിയ ലെവലാണ്. കണ്ടോ, കഴിഞ്ഞ വർഷം മാർക്കറ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതാണ് ബ്ലൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെഡ് അവസാനിച്ചത്, ബ്ലൂ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇതിനൊരു മിഡ് ലൈൻ കൂടി ഉണ്ടാവും. ആ മിഡ് ലൈൻ കൂടി നമ്മൾ മാർക്ക് ചെയ്യാം. മിഡ് ലൈൻ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മിഡ് ലൈൻ, ഏകദേശം ഒരു മിഡ് ലൈൻ കൊടുത്തിരുന്നാൽ മതിയാവും. ഈ 3 ലൈൻസ് കണ്ടോ, ഇത് മന്ത്ലി ടൈം ഫ്രെയിമിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഈ 3 ലൈൻസ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ ഒരു ഫോൾ വരുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് ഇതിന് മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, അതായത് ഈ റെഡ് ലൈന് മുകളിലാണ് മാർക്കറ്റ് ആദ്യത്തെ മാസം തന്നെ നിൽക്കുന്നതെങ്കിൽ ഈ റെഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിൽ പോകാം. എന്നാൽ മാർക്കറ്റ് ഈ റേഞ്ചിലാണ്, ഇതിന് താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ പുതിയ വർഷം മാർക്കറ്റ് മിഡിലോ അല്ലെങ്കിൽ ഈ ഒരു ബോട്ടം ലൈനിലോ ആയിരിക്കും സപ്പോർട്ട് വരുന്നത്. ഇത് നമുക്ക് പലപ്പോഴും ഫോൾ വരുന്ന സമയത്ത് എവിടെ ഫോൾ അവസാനിക്കും എന്ന് അറിയാൻ പറ്റില്ല പലർക്കും. അപ്പോൾ അത് ആ ഒരു കൺഫ്യൂഷൻ മാറാൻ സഹായിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഡേറ്റ നോക്കാം. ഈ ഒരു വർഷം നോക്കി മാത്രം പോരല്ലോ, നമുക്ക് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇയർ കണ്ടോ, ഈ ഒരു ഇയർ അതായത് 2024 കണ്ടോ, ഇവിടെ നമുക്കൊരു ബ്ലൂ ലൈൻ കഴിഞ്ഞ വർഷം 2022 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത 3 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്, ഇത് എൻഡ് ചെയ്തതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ മാർക്കറ്റ് ഇതിന് മുകളിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അതായത് ജനുവരി ഇതിന് മുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അപ്സൈഡ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. താഴെ ആയിരുന്ന മാർക്കറ്റ് ഇതിനുള്ളിലാണെങ്കിൽ ഓപ്പൺ ആയത്, മാർക്കറ്റ് മിഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇനി അത് തൊട്ട് മുമ്പത്തെ വർഷം നോക്കാം. അടുത്ത വർഷം നോക്കി മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്, അതായത് നമ്മളൊരു ഡോട്ടർ ലൈന് തൊട്ട് താഴെയല്ലേ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മിഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കൃത്യം മിഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് ആ വർഷം നിഫ്റ്റി മുകളിലേക്ക്, അത് ഇവിടെ കാണാം കണ്ടോ, അത് 2023 ആണത്. നമ്മൾ ഓരോ വർഷം പുറകോട്ട് പോവുകയാണ്. ഇനി അടുത്ത വർഷം നോക്കി, അടുത്ത വർഷം മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് തൊട്ട് ബിലോ ആണ് അല്ലേ. ഈ മിഡ് ലൈൻ കണ്ടോ, മിഡ് ലൈന് തൊട്ട് ബിലോ ആണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അതിന് മുമ്പത്തെ ഓപ്പണിംഗ് ലൈൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മിഡ് ലൈൻ എവിടെയാണ്, ഇതാണ് എൻഡഡ് ലൈൻ, ഇതാണിത്. അപ്പോൾ ഈ മിഡ് ലൈൻ എന്ന് പറയുന്നത് ഏകദേശം മിഡ് ലൈൻ എവിടെയായിട്ട് വരും, ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യഭാഗം എന്ന് പറയുന്നത് ഇവിടെയല്ലേ, ഏകദേശം ഈ ഒരു റേഞ്ച് എല്ലാവർക്കും കാണാവുന്നതാണ്. ഈ ഒരു ഡോട്ടറിനും ഇതിനും മിഡ് ലൈൻ വരുന്നത് ഇവിടെയാണ് കണ്ടോ. ആ വർഷവും അതേ കൃത്യം ആ ഒരു മധ്യഭാഗത്ത് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ നോക്കിയപ്പോൾ 2021 വരെ എത്തി. അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ആയാലും നമ്മൾ പറഞ്ഞു ഏകദേശം അവിടെ തന്നെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതൽ. അതേസമയം ഇതിനിടയ്ക്കാണ് ഓപ്പൺ ആയെങ്കിലോ മാർക്കറ്റ് ഈ മിഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് പോകാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതൽ. അപ്പോൾ ഇത് പല സമയത്തും ഇത് ആകെ ബ്രേക്ക് ആയത്, ഇത് ബ്രേക്ക് ആകുമ്പോഴാണ് ഇത് വാർണിംഗ് വരുന്നത് മാർക്കറ്റിൽ. കണ്ടോ, ഇത് കൊറോണ ഫോളാണ്, 2020 കൊറോണ ഫോൾ. ഈ ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അതൊരു വലിയ ഫോളിൻ്റെ തുടക്കമാവില്ല. നമ്മൾ ഈ കണ്ടെടുത്ത് എല്ലാം തന്നെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതല്ലേ കണ്ടത്. എന്നാൽ ഇവിടെ ആദ്യമായിട്ട് ഒരു ക്യാൻഡിൽ അതിന് താഴേക്ക് പോകുന്നത് കണ്ടു. ഇത്തരം താഴേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ഫോളായിട്ട് മാറാനുള്ള സാധ്യത നമുക്ക് ഇവിടെ വെച്ച് തന്നെ മനസ്സിലാകും. കാരണം യൂഷ്വലി മാർക്കറ്റ് എന്താണ്, ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ചെയ്താൽ അതൊരു വലിയ വാർണിംഗ് ആണെന്ന് നമ്മുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ചെയ്യാതെ പൊസിഷൻസ് നമുക്ക് കുറയ്ക്കാനും വേണ്ടി സാധിക്കും. ഇനി അതിന് തൊട്ട് മുമ്പത്തെ മാർക്കറ്റ് നോക്കി, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, കൃത്യം കണ്ടോ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന ഇവിടെ കണ്ടോ, മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയി, കൃത്യം അവിടെ തന്നെ മാർക്കറ്റ് ഫോളോ ആയപ്പോൾ അവിടെ തന്നെ സപ്പോർട്ട് എടുത്ത് പിന്നെയും മുകളിൽ പോകുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ കണ്ടോ മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ആയാൽ അവിടെ തന്നെ സപ്പോർട്ട് എടുക്കും, നമ്മൾ പറഞ്ഞതാണ്, അവിടെ തന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നത് കാണാം. അപ്പോൾ ഇതൊരു ലോങ് ടൈമിൽ നമുക്ക് ഓരോ വർഷം ഒരു ഐഡിയ തരും. ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് നോക്കിയാൽ 2018 ഡേറ്റ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര വർഷത്തെ ഡേറ്റയാണ് നമ്മൾ നോക്കിയെന്ന് 2025, 18 ഇനിയും പുറകോട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു ഡേറ്റയാണ്. താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം, ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ
ഒരു ഐഡിയ കിട്ടാൻ നമുക്ക് മാർക്കറ്റ് ഫോളോ വരുന്ന സമയത്ത് മാർക്കറ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനും ബൈയിങ് വരുന്നത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. മാർക്കറ്റ് ഫോളോ ആകുമ്പോൾ ഏതൊക്കെ റേഞ്ചിൽ നിന്നായിരിക്കും ബൈയിങ് വരുന്നത്, അയ്യോ മാർക്കറ്റ് ഇനി എത്രത്തോളം താഴെ പോകും എന്നൊരു ഐഡിയ കിട്ടില്ല. ഓക്കെ, ഹ്യൂജ് ഫോളോ ആണോ മുന്നിലുള്ളത് എന്നതൊക്കെ അറിയാനുള്ളൊരു ധാരണ കിട്ടില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു മാർക്കറ്റിനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ, കുറച്ചുകൂടെ നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ക്ലിയർ പിക്ചറും ഫോളോ അവസാനിക്കാൻ സാധ്യതയുള്ള ഏരിയാസും ഡിമാൻഡ് പുഷ് ചെയ്യാനുള്ള ഏരിയാസൊക്കെ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.